ഹായ് ഓൾ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓഡിറ്റിങ്ങിൻ്റെ ജനറൽ ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സിനെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. 3 ടൈപ്പ് സ്റ്റാൻഡേർഡുകൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പേഴ്സണൽ സ്റ്റാൻഡേർഡ് ഫോർ ഓഡിറ്റേഴ്സ്, സ്റ്റാൻഡേർഡ് ഓഫ് ഫീൽഡ് ഓഫ് വർക്ക്, സ്റ്റാൻഡേർഡ് ഓഫ് റിപ്പോർട്ടിംഗ്. അതിൽ റിപ്പോർട്ട് പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞിരുന്ന ഓഡിറ്റ് റിപ്പോർട്ടിനെ പറ്റിയിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓഡിറ്റിങ്ങിൻ്റെ റിപ്പോർട്ടുകൾ ഏതൊക്കെ ടൈപ്പ് റിപ്പോർട്ടുകളാണ് ഉള്ളതെന്നുള്ളതും, അതുപോലെ ഓഡിറ്റിങ്ങിൻ്റെ പ്രിൻസിപ്പിൾസ് ഓഫ് ഓഡിറ്റ് എന്ന് പറഞ്ഞ ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ഓഡിറ്റ് എന്നുള്ള സെക്ഷനാണ് ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം റിപ്പോർട്ടുകൾ നോക്കാം. ഓഡിറ്റ് റിപ്പോർട്ടിന് മെയിനായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത് 2 ടൈപ്സാണ്. ഒന്നാമത്തെ റിപ്പോർട്ടിൻ്റെ പേര് അൺക്വാളിഫൈഡ് റിപ്പോർട്ട് എന്നും, രണ്ടാമത്തത് ക്വാളിഫൈഡ് റിപ്പോർട്ട് എന്നാണ് പറയുക. അൺക്വാളിഫൈഡ് റിപ്പോർട്ട്, ക്വാളിഫൈഡ് റിപ്പോർട്ട്. ഈ അൺക്വാളിഫൈഡ് റിപ്പോർട്ടിന് വേറെ പേരുകളുണ്ട്. അതിൻ്റെ വേറെ പേരുകളാണ് ക്ലീൻ റിപ്പോർട്ട് എന്ന് പറയും, പോസിറ്റീവ് റിപ്പോർട്ട് എന്ന് പറയും, അതുപോലെ കൺവെൻഷണൽ റിപ്പോർട്ട്. ഈ പേരിലും അത് അറിയപ്പെടുന്നുണ്ട്. സെക്ഷൻ 227 സബ്സെക്ഷൻ 2 പ്രകാരം ഒരു അൺക്വാളിഫൈഡ് റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുമ്പോൾ തന്നെ എന്താണെന്നുണ്ടെങ്കിൽ നമ്മൾ അർത്ഥമാക്കുന്ന രീതിയിലല്ല. അൺക്വാളിഫൈഡ് റിപ്പോർട്ട് എന്ന് വിചാരിച്ചാൽ നമ്മളെന്താണ് മീൻ ചെയ്യണത് അതല്ല ഇവരുദ്ദേശിക്കുന്നത്. അൺക്വാളിഫൈഡ് റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ക കറക്റ്റായിട്ടുള്ള റിപ്പോർട്ടാണ്, പ്യുവർ റിപ്പോർട്ടാണ്. അതായത് കമ്പനിയിലെ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഫൈനാൻഷ്യൽ ഡാറ്റാസ് എല്ലാം 100% പെർഫെക്റ്റ് ആണ്. ഓഡിറ്റർക്ക് അതിൻ്റെ പേരിൽ വേറെ ഒരു വർക്കും ചെയ്യാൻ ആവശ്യമില്ല. ഓഡിറ്റർ എല്ലാം വെരിഫൈ ചെയ്തു, എല്ലാം 100% ഓക്കെ ആണ്. അങ്ങനെ പറഞ്ഞ റിപ്പോർട്ടിന് പറഞ്ഞ പേരാണ് അൺക്വാളിഫൈഡ് ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ. എന്നാൽ ക്വാളിഫൈഡ് റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഡിറ്റർ സ്റ്റഡി ചെയ്യുന്ന സമയത്ത് ഓഡിറ്ററായിട്ട് ക്വാളിഫൈ ചെയ്യിപ്പിക്കുന്ന റിപ്പോർട്ടാണ്. അതായത് എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടാവും, ആ മിസ്റ്റേക്സ് ഓഡിറ്റർ കണ്ടുപിടിച്ചിട്ടുണ്ടാവും. അങ്ങനെ ആ കണ്ടെത്തിയ റിപ്പോർട്ട് ആ മിസ്റ്റേക്സ് എന്ത് ചെയ്യും, ഓഡിറ്റർ തിരുത്തിയിട്ട് ഇങ്ങനെ ചെയ്താലാണത് കറക്റ്റ് ആവുക എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പർച്ചേസോ സെയിലോ എന്തെങ്കിലും ഒരു സാധനം വിട്ടുപോയിട്ടുണ്ട്, ഓഡിറ്റർ അത് കണ്ടുപിടിച്ചിട്ട് അതിൽ ആഡ് ചെയ്തു. അങ്ങനെ ഓഡിറ്ററായിട്ട് ആ നമ്മളെ ഫൈനാൻഷ്യൽ ഡാറ്റാസ് കറക്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, എന്നിട്ട് അതിൻ്റെ പുറത്താണ് അയാൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ പറഞ്ഞ പേരാണ് ക്വാളിഫൈഡ് റിപ്പോർട്ട്. ഓഡിറ്റർ സ്വന്തമായിട്ട് ക്വാളിഫൈ ചെയ്യിപ്പിക്കുന്ന റിപ്പോർട്ടാണ് ക്വാളിഫൈഡ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ. അൺക്വാളിഫൈഡ് റിപ്പോർട്ടിന് വേറെ പേര് നമ്മൾ പറഞ്ഞല്ലോ, ക്ലീൻ റിപ്പോർട്ടാണ്. അത് 100% നമ്മളെ കമ്പനിയിലെ സ്റ്റാഫ് പ്രിപ്പയർ ചെയ്തത് ശരിയാണ്, അതിലൊരു മാറ്റം വരുത്താൻ ആവശ്യമില്ല. അതിനെ പറഞ്ഞ പേരാണ് പോസിറ്റീവ് റിപ്പോർട്ട്. അപ്പോൾ ഈ പേര് കേട്ടിട്ട് നിങ്ങൾക്ക് മാറരുത്. അൺക്വാളിഫൈഡും ക്വാളിഫൈഡ് റിപ്പോർട്ടും. ക്വാളിഫൈഡ് റിപ്പോർട്ട് നമ്മൾ സാധാരണ മനസ്സിലാക്കൽ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ഓക്കെ റിപ്പോർട്ടാണ്. അങ്ങനെയല്ല അതിനർത്ഥം, നേരെ ഓപ്പോസിറ്റാണ് അർത്ഥം വരുന്നത്. അൺക്വാളിഫൈഡ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാലാണ് ക്ലീൻ റിപ്പോർട്ട്, പോസിറ്റീവ് റിപ്പോർട്ട്. ഓഡിറ്ററായിട്ട് ഒന്നും മാറ്റം വരുത്താൻ ആവശ്യമില്ല, എല്ലാം ആസ് പെർ കമ്പനി സ്റ്റാഫ് ചെയ്തത് 100% കറക്റ്റാണ് എന്നുള്ള രീതിയിൽ അദ്ദേഹം റിപ്പോർട്ട് ചെയ്തു. ഈ 2 റിപ്പോർട്ടുകൾ എഴുതുന്ന സെക്ഷനാണ് സെക്ഷൻ 227 സബ്സെക്ഷൻ 2. അപ്പോൾ അൺക്വാളിഫൈഡ് റിപ്പോർട്ട് മനസ്സിലായി വിചാരിക്കുന്നു. ഓഡിറ്റർ ഒരു മാറ്റങ്ങളും വരുത്താതെ ഓഡിറ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്നതിനെ അൺക്വാളിഫൈഡ് റിപ്പോർട്ട് എന്ന് പറയും. എന്നാൽ ഓഡിറ്ററായിട്ട് എന്തെങ്കിലും മിസ്റ്റേക്സ് കണ്ടുപിടിച്ച് അതിൽ മാറ്റങ്ങൾ വരുത്തുന്ന റിപ്പോർട്ടിന് പറയുന്ന പേരാണ് ക്വാളിഫൈഡ് റിപ്പോർട്ട് എന്ന്. ഓക്കെ. അപ്പോൾ ഈ ക്വാളിഫൈഡ് റിപ്പോർട്ടിന് സെക്ഷൻ 227 സബ്സെക്ഷൻ 2 തന്നെയാണ് പറയുന്നത്. അതിന് വേറെ ഒരു പേരുണ്ട്, നെഗറ്റീവ് റിപ്പോർട്ട് എന്ന് പറയും. നെഗറ്റീവ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്നുണ്ടെങ്കിൽ ഓഡിറ്ററായിട്ടാണ് ഇത് ക്വാളിഫൈ ചെയ്യിപ്പിക്കുന്നത്, ഓൾറെഡി ക്വാളിഫൈഡ് റിപ്പോർട്ടല്ല. അല്ലെങ്കിൽ അതിന് വേറൊരു പേരുണ്ട്, ആൻ അഡ്വേഴ്സ് റിപ്പോർട്ട് എന്നും പറയും. ഈ ശരിക്കും ഈ ക്വാളിഫൈഡ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ കമ്പനിയെ സംബന്ധിച്ച് ഒരു ടൈം ബോംബ് എന്നാണ് അറിയപ്പെടുക. ടൈം ബോംബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും അത് പൊട്ടിത്തെറിക്കാം. അതായത് കമ്പനി പ്രിപ്പയർ ചെയ്തത് കറക്റ്റ് അല്ല എന്നുള്ളത് ഓഡിറ്റർ പ്രൂവ് ചെയ്തിട്ട് ഓഡിറ്ററായിട്ട് കറക്റ്റ് ചെയ്ത് കൊടുത്ത റിപ്പോർട്ടിന് പറഞ്ഞ പേരാണ് ക്വാളിഫൈഡ് റിപ്പോർട്ട്. ഇതാണ് 2 ടൈപ്സ് റിപ്പോർട്ടുകൾ. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മൾ നെക്സ്റ്റ് സെക്ഷനിലേക്ക് പോവുകയാണ്. ഇതുവരെ നമ്മൾ പറഞ്ഞത് ജനറൽ ഓഡിറ്റ് സ്റ്റാൻഡേർഡ്സ് ആയിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇന്ന് പറയാൻ പോകുന്നത് ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ഓഡിറ്റ്. 2 ഏകദേശം സെയിം തന്നെയാണ് വരുന്നത്. പോയിൻറ്റ്സ് ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും, പേരുകളിൽ മാത്രമാണ് മാറ്റമുള്ളത്. ആദ്യം നമ്മൾ പറഞ്ഞത് ജനറൽ ഓഡിറ്റ് സ്റ്റാൻഡേർഡ്സ് ആണ്. ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ഓഡിറ്റിംഗ്, അല്ലെങ്കിൽ
റൂൾസ് ഓഫ് ഓഡിറ്റിംഗ്, അല്ലെങ്കിൽ വേറൊരു പേരും കൂടി പറയും ഫിലോസഫി ഓഫ് ഓഡിറ്റിംഗ്. The basic principles of audit are the set of rules according to which the books of accounts of a firm should be audited. ഒരു ബുക്സ് ഓഫ് അക്കൗണ്ട് കമ്പനിയിലെ ഫേമിലെ ബുക്സ് ഓഫ് അക്കൗണ്ട് എങ്ങനെയാണ് ഓഡിറ്റ് ചെയ്യേണ്ടത് എന്നുള്ള സെർട്ടൈൻ റൂൾസ് ആൻഡ് റെഗുലേഷൻ എന്ന് പറയുന്ന പേരാണ് ബേസിക് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ. ദ സെറ്റ് ഓഫ് റൂൾസ് ആർ കോൾഡ് ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ഓഡിറ്റ്. On this basis of the basic principles of audit, the whole work of audit should be done. ഈ റൂൾസ് പ്രകാരമാണ് ഓഡിറ്റർ കമ്പനിയിലെ ബുക്സ് എല്ലാം വെരിഫൈ ചെയ്യേണ്ടത്, ബുക്സ് ഓഫ് അക്കൗണ്ട് വെരിഫൈ ചെയ്യേണ്ടത്. മറ്റേത് ജനറൽ സ്റ്റാൻഡേർഡിൽ നമ്മൾ എല്ലാ കോമൺ ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡാണ് പറഞ്ഞത്. ഇത് നമ്മൾ ഉദ്ദേശിക്കുക എന്താണെന്നുണ്ടെങ്കിൽ ഒരു ഓഡിറ്റർ ഓഡിറ്റ് നടത്തുന്ന സമയത്ത് ഒരു കമ്പനിയിലുള്ള ബുക്സ് ഓഫ് അക്കൗണ്ടും കാര്യങ്ങളും വെരിഫൈ ചെയ്യുന്ന സമയത്ത് അദ്ദേഹം പാലിക്കപ്പെടേണ്ട സെർട്ടൈൻ റൂൾസ് ആൻഡ് റെഗുലേഷൻ എന്ന് പറയുന്ന പേരാണ് ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ഓഡിറ്റ്, അല്ലെങ്കിൽ അതിന് വേറെ പേരുന്ന പേരാണ് ഫിലോസഫി ഓഡിറ്റിംഗ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ആ റൂൾസ് എന്ന് നമ്മൾ നോക്കാം. ഒന്നാമത്തെ പ്രിൻസിപ്പിളാണ് ഇൻറ്റഗ്രിറ്റി, ഒബ്ജക്റ്റിവിറ്റി ആൻഡ് ഇൻഡിപെൻഡൻസ്. ഓഡിറ്റർ ഷുഡ് ബി സ്ട്രെയിറ്റ് ഫോർവേഡ്, ഹോണസ്റ്റ് ആൻഡ് സിൻസിയർ ഇൻ ഹിസ് അപ്രോച്ച് ഓഫ് ഹിസ് പ്രൊഫഷണൽ ഓഡിറ്റ് വർക്ക്. ഓഡിറ്റർ ഇൻറ്റഗ്രിറ്റി, ഒബ്ജക്റ്റിവിറ്റി, ഇൻഡിപെൻഡൻസ് എന്നുള്ള ഉദ്ദേശിക്കുന്നത് എന്താണെന്നുണ്ടെങ്കിൽ ഓഡിറ്റർ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിരിക്കണം. ആർക്കു വേണ്ടിയിട്ടും ഒന്നും സാക്രിഫൈസ് ചെയ്യാതെ, അതായത് ബയാസ് ഒന്നും ചെയ്യാതെ അൺബയാസ്ഡ് ആയിട്ട് ഫെയർ ആയിട്ടും ട്രൂ ആയിട്ടും സ്ട്രെയിറ്റ് ഫോർവേഡായിട്ടും ഹോണസ്റ്റായിട്ടും അദ്ദേഹം കാര്യങ്ങളൊക്കെ ചെയ്യണം, ഓഡിറ്റിൻ്റെ വർക്ക് ചെയ്യണം. അതാണ് അദ്ദേഹത്തിന് വേണ്ട ഫസ്റ്റ് പ്രിൻസിപ്പിൾ. ഇതാണ് നമ്മളെ ബേസിക് ഓഡിറ്റിംഗ് പ്രിൻസിപ്പിളിലെ ഫസ്റ്റത്തത്. രണ്ടാമത് കോൺഫിഡൻഷ്യാലിറ്റി. കോൺഫിഡൻസ് വേറെയാണ്, കോൺഫിഡൻഷ്യാലിറ്റി വേറെയാണ്. കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ കമ്പനീൻ്റെ ഡാറ്റാസ് ഓഡിറ്റർ ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളെ കമ്പനീൻ്റെ ഡാറ്റാസ് പറഞ്ഞാൽ അത്ര ഇമ്പോർട്ടൻ്റ് ആണ് കമ്പനിയെ സംബന്ധിച്ച്. ഒരു കാരണവശാലും അത് പുറത്ത് പോകാൻ പാടില്ല. പുറത്ത് പോയി കഴിഞ്ഞാൽ നമ്മളെ കമ്പനീൻ്റെ ട്രേഡ് സീക്രട്ട് നഷ്ടപ്പെടും. അപ്പോൾ അതുകൊണ്ട് അതായത് ഓണേഴ്സിൻ്റെ അനുവാദമില്ലാതെ ഒരു കാരണവശാലും തേർഡ് പാർട്ടിക്ക് ഒരു ഡാറ്റാസും ഓഡിറ്റർ ഷെയർ ചെയ്യാൻ പാടില്ല. അതാണ് പറഞ്ഞ പേരാണ്. അതായത് ഓഡിറ്റർ വിശ്വസിച്ച് ഒരു ഡാറ്റ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ടും ഓഡിറ്ററുടെ കയ്യിൽ ഭദ്രമായിരിക്കണം. അതാണ് കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അതാണ് രണ്ടാമത് ഓഡിറ്റർ ഓഡിറ്റിങ് ചെയ്യുന്ന സമയത്ത് മെയിൻറ്റെയിൻ ചെയ്യേണ്ട രണ്ടാമത്തെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ അതാണ്. മൂന്നാമത്തെ സ്കിൽ ആൻഡ് കോമ്പീറ്റൻസ്. ഓഡിറ്റിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ക്വാളിറ്റീസ് അദ്ദേഹം ഉണ്ടായിരിക്കണം. അതിൽ കുറേ സ്റ്റാറ്റ്യൂട്ടറി ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ 1 by 1 ആയിട്ട് വർക്ക് സ്മൂത്തായിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഓഡിറ്റ് ചെയ്യാൻ വേണ്ട സ്കിൽസ് അദ്ദേഹം ഡെവലപ്പ് ചെയ്തിരിക്കണം. നാലാമത് വർക്ക് പെർഫോംഡ് ബൈ അതേഴ്സ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഓഡിറ്റർ അണ്ടറിൽ ഒരുപാട് ഹെൽപ്പ് അസിസ്റ്റൻറ്റുമാരുണ്ടാവും, ജൂനിയർ ഓഡിറ്റേഴ്സ് ഉണ്ടാവും. ആ ജൂനിയർ ഓഡിറ്റേഴ്സിന് വർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ആ വർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഓഡിറ്റർ വ്യക്തമായിട്ട് നമ്മളൊരു ഓഡിറ്റ് വർക്കിംഗ് പേപ്പർ എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു. അപ്പോൾ അത് കറക്റ്റായിട്ട് സൂപ്പർവൈസ് ചെയ്യണം. അതുപോലെ അതിൽ വ്യക്തമായിട്ട് ഓരോരുത്തരുടെ ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസും പറഞ്ഞിരിക്കണം, അവരെ സൂപ്പർവൈസ് ചെയ്യണം. ഇതാണ് നാലാമത് ഓഡിറ്റ് ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ഓഡിറ്റിംഗ്. അഞ്ചാമത് ഡോക്യുമെൻറ്റേഷൻ. Auditor should collect and preserve all the documents according to its importance of materiality. The documents include the details, documents, statements, notes, and other valuable information pertaining to accounts, which are under audit. The documents are properly arranged and preserved carefully. ഓഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനീൻ്റെ ബിൽസ്, ഇൻവോയ്സ്, വൗച്ചറുകൾ, എല്ലാ ബില്ലും എല്ലാ ബുക്കും കാര്യങ്ങളും എല്ലാം എടുക്കുന്ന സമയത്ത് അത് ഒരു നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്തിരിക്കണം. അതിൻ്റെ ഡോക്യുമെൻറ്റേഷനും അതിൻ്റെ കറക്റ്റ് ഓർഡറിൽ വെക്കണം. ഇപ്പോൾ അതൊക്കെ ഈ ജൂനിയർ ഓഡിറ്റർമാരുടെ ഡ്യൂട്ടിയാണ്. ഓർഡർ വൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡേറ്റ് വൈസ് പർച്ചേസ് ചെയ്തതും പർച്ചേസ് ബില്ലും കാര്യങ്ങളൊക്കെ ആ ഡേറ്റ് വൈസ് കാര്യങ്ങളൊക്കെ ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കണം. അപ്പോൾ അതിന് ആ ഡാറ്റാസും ഒരിക്കലും നഷ്ടപ്പെടാൻ പാടില്ല. അങ്ങനെ നമുക്ക് തന്ന ഒരു എവിഡൻസും ഒരു ഡോക്യുമെൻറ്റും നശിച്ചു പോകാൻ പാടില്ല. അപ്പോൾ അതിനുള്ള കെയർ കൊടുത്തിരിക്കണം. പിന്നെ അദ്ദേഹം ചെയ്യേണ്ടത് പ്ലാനിങ് ഓഫ് ഓഡിറ്റ്. ഓഡിറ്റ് ചെയ്യുന്നതിന് മുന്നേ, അതായത് പ്രീ അറേഞ്ചിങ് ആൻഡ് കോർഡിനേറ്റിംഗ് ദ വർക്ക് ഓഫ് ഓഡിറ്റ് ഓഫ് എ ക്ലയൻറ്റ് ഈസ് കോൾഡ് പ്ലാനിങ് ഓഫ് ഓഡിറ്റ്. ഓഡിറ്റ് ചെയ്യുന്നതിന് മുന്നേ ഓഡിറ്റർ ഒരു വ്യക്തമായിട്ടൊരു പ്രീ പ്ലാനിങ് നടത്തും, പ്രീ അറേഞ്ച്മെൻറ്റ് നടത്തും, എങ്ങനെയൊക്കെയാണ് ഓഡിറ്റ് നടത്തേണ്ടത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ആലോചിച്ചതിന് ശേഷമാണ് അദ്ദേഹം ഓഡിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഓഡിറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പ്ലാനിങ് പ്രിപ്പയർ ആക്കണം. ആ പ്ലാനിങ്ങിൽ മെയിനായിട്ട് അയാളെ കൺസിഡർ ചെയ്യേണ്ടത്
പർപ്പസ് ഓഫ് കണ്ടക്റ്റ്, ഏത് ടൈപ്പ് ഓഡിറ്റാണ് വേണ്ടത്. ഫൈനൽ ഓഡിറ്റ് ആണെങ്കിൽ ഒരു വർഷത്തെ മൊത്തം ഡാറ്റ ആയിരിക്കും. ഇനി അതല്ല, ഇൻ്ററിം ഓഡിറ്റ് എന്നുള്ള വാക്കുണ്ട്. ഇൻ്ററിം ഓഡിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫൈനാൻഷ്യൽ ഇയർ നമുക്കറിയാം ഏപ്രിൽ 1 മുതൽ നെക്സ്റ്റ് ഇയർ 31 മാർച്ച് വരെയാണ്. ഇതിൻ്റെ ഇടയിൽ എപ്പോഴെങ്കിലും പോയിട്ട് ഓഡിറ്റർ ഓഡിറ്റ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഇൻ കേസ് ഏതെങ്കിലും ഒരു പാർട്ട്ണർ പെട്ടെന്ന് മരിച്ചുപോയി, അപ്പോൾ ആ സമയത്ത് അയാളെ ഷെയർ കൊടുത്ത് വിടാനുള്ള പ്ലാനാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് എത്രയാണ് അതിൻ്റെ കാര്യങ്ങൾ കണക്കാക്കേണ്ടി വരും. അങ്ങനെ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ കേസ് ഉണ്ടാകുന്ന സമയത്ത്, അല്ലെങ്കിൽ ചില കമ്പനികൾ ഇൻ്ററിം ഓഡിറ്റ് തന്നെ കണ്ടക്ട് ചെയ്യും. 6 മാസം കൂടുമ്പോൾ കമ്പനിയുടെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കും. എന്നിട്ട് ബാക്കിയുള്ള 6 മാസം എങ്ങനെ കമ്പനി മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളത് വെരിഫൈ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ ഇൻ്ററിം ഓഡിറ്റ് നടത്തും. അപ്പോൾ ഇതുപോലെ ഒരുപാട് ടൈപ്സ് ഓഫ് ഓഡിറ്റുകളുണ്ട്. അപ്പോൾ ഏത് ടൈപ്പാണ് നമ്മളെ കമ്പനീൻ്റെ പർപ്പസ്, ആ രീതിയിലുള്ള ഓഡിറ്റ് നടത്താൻ അദ്ദേഹം പ്ലാൻ ചെയ്തിരിക്കണം. പ്ലാനിങ്ങിലുള്ള എന്തൊക്കെയാണ് ഈ അദ്ദേഹം പ്ലാൻ ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. ആദ്യം ടൈപ്പ് ഓഫ് ഓഡിറ്റ് പ്ലാൻ ചെയ്യണം. രണ്ടാമത്തെ അക്വയർ നോളജ് അബൌട്ട് ദ ക്ലയൻറ്റ് അക്കൗണ്ടിങ് സിസ്റ്റം. അക്കൗണ്ടിങ് സിസ്റ്റത്തെ പറ്റിയിട്ട് അദ്ദേഹം വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അതുപോലെ എക്സാമിൻ ദ ഇൻറ്റേർണൽ ചെക്ക് സിസ്റ്റം. അദ്ദേഹം ആ കമ്പനിയിലുള്ള ഇൻറ്റേർണൽ ചെക്ക് സിസ്റ്റത്തെ പറ്റി പഠിച്ചിരിക്കണം. ഡിറ്റർമിൻ ആൻഡ് പ്രോഗ്രാമിംഗ് നേച്ചർ, അലോക്കേഷൻ ദ ടൈമിംഗ് ആൻഡ് പ്രൊസീജിയർ ഓഫ് പെർഫോംഡ്. അതായത് എങ്ങനെയാണ് നമ്മൾ ഓഡിറ്റ് നടത്തേണ്ടത്, എത്ര സമയം കൊണ്ട് കംപ്ലീറ്റ് ആവും, ആരൊക്കെയാണ് നമ്മളെ അസിസ്റ്റൻ്റായിട്ട് വേണ്ടത്, ഓരോരുത്തർക്കും എത്ര സമയം കൊടുക്കണം, അതായത് ഓഡിറ്റ് സ്റ്റാർട്ട് മുതൽ അവസാനം വരെ എങ്ങനെയൊക്കെയാണ് പ്ലാൻ ചെയ്യുക, എങ്ങനെയൊക്കെയാണ് നടത്തേണ്ടതെന്നുള്ളത് ആദ്യം തന്നെ റീഅറേഞ്ച് ചെയ്യും. അതാണ് ആ പ്ലാനിങ്ങിന് വേണ്ടത്. പിന്നെ അതിൻ്റെ ശേഷം ഓരോ ഓഡിറ്റ് വർക്ക് ചെയ്യുന്ന ആൾക്കാരും നമ്മൾ എന്ത് ചെയ്യും, കോർഡിനേറ്റ് ചെയ്യും. ഇതിനൊക്കെ പുറമെ ഈ ഓഡിറ്റ് പ്ലാനിങ് നടത്തുമ്പോൾ ഇതൊക്കെ പ്ലാൻ ചെയ്തു ആസ് പെർ അതുപോലെ നടക്കണമെന്നില്ല. ഇൻ കേസ് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ ഓഡിറ്റർക്ക് പൂർണ്ണ അധികാരമുണ്ട്. അദ്ദേഹം എന്ത് ചെയ്യണം, അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തണം. ഇതാണ് 6ാമത്തെ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് ഓഡിറ്റ്. 7ാമത്തെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഡിറ്റ് എവിഡൻസ്. ഓഡിറ്റ് എവിഡൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഡിറ്റർക്ക് ഒരു എൻട്രി ആ സിസ്റ്റത്തിൽ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് വ്യക്തമായിട്ട് ഓഡിറ്റർ 100% സാറ്റിസ്ഫൈ ആവുന്ന രീതിയിലുള്ള എവിഡൻസുകൾ അദ്ദേഹം ഗ്യാദർ ചെയ്യണം, കളക്ട് ചെയ്യണം. ബില്ലുകളും ഇൻവോയ്സുകളും വൗച്ചറുകളും അദ്ദേഹം കളക്ട് ചെയ്യണം. അത് കളക്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ, ആ വൗച്ചിങ് എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും ഇതിനെ പറ്റിയിട്ട്. അതായത് ഈ ഫൈനാൻഷ്യൽ ഇയറിലുള്ളതാണെന്ന് മനസ്സിലാക്കണം. അത് കറക്റ്റായിട്ട് ജെനുവിൻ ആയിട്ടുള്ള ബില്ലാണ്, ബിൽ നമ്പർ, ഇൻവോയ്സ്, ഡേറ്റ്, എല്ലാ കാര്യങ്ങളും, സൈന്, സീല് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യും. അപ്പോൾ അതൊക്കെ കറക്റ്റ് ആയിട്ടുള്ള ആക്ച്വൽ എവിഡൻസ് തന്നെ ആണെന്നുള്ളത് അദ്ദേഹം വെരിഫൈ ചെയ്യണം. 8ാമത്തെ പ്രിൻസിപ്പിൾ ഓഡിറ്റിംഗ് സിസ്റ്റം ആൻഡ് ഇൻറ്റേർണൽ കൺട്രോൾ. Responsible the management maintain the adequate accounting system. Accounting system and internal control. Accounting system suitable to the nature of the size of business. നമ്മുടെ ബിസിനസ്സിനനുസരിച്ചുള്ള ഒരു അക്കൗണ്ടിങ് സിസ്റ്റമാണ് അവിടെ പെർഫോം ചെയ്ത് അവിടെ ഉള്ളതെന്നുള്ള മനസ്സിലാക്കണം. അതിനെ പറ്റിയിട്ട് ഓഡിറ്റർ എന്ത് ചെയ്യണം, അത് നമ്മളെ കമ്പനി അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന സമയത്ത് ആ കമ്പനിയിൽ എന്ത് ചെയ്യണം, നമ്മൾ ഓഡിറ്റർ പോയിട്ട് ആസ് പെർ ലോ പ്രകാരമാണ് നടക്കുന്നത് എന്നുള്ളത് അദ്ദേഹം വെരിഫൈ ചെയ്യണം. അതിനുശേഷം അദ്ദേഹം പാലിക്കേണ്ട ഡോക്യുമെൻറ്റ് ചെക്ക് ചെയ്യുന്ന സമയത്ത് ബേസിക് പ്രിൻസിപ്പിൾ അദ്ദേഹം പാലിക്കേണ്ട 9ാമത്തെ ബേസിക് പ്രിൻസിപ്പിളാണ് ഓഡിറ്റ് കൺക്ലൂഷൻ റിപ്പോർട്ട്. നമ്മൾ പറഞ്ഞു ഓഡിറ്റ് റിപ്പോർട്ട് എഴുതണം. റിപ്പോർട്ട് എഴുതുമ്പോൾ 2 ടൈപ്പ് റിപ്പോർട്ട് ഉണ്ടെന്ന് പറഞ്ഞു. ഒന്ന് ക്വാളിഫൈഡ് റിപ്പോർട്ടും, രണ്ടാമത്തെ അൺക്വാളിഫൈഡ് റിപ്പോർട്ടും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്കില്ലും എക്സ്പീരിയൻസും എവിഡൻസും എല്ലാം വെച്ചിട്ട് അദ്ദേഹം കളക്ട് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻ അനുസരിച്ചിട്ട് അദ്ദേഹം റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യണം. ഫൈനാൻഷ്യൽ റിപ്പോർട്ടിൽ മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഫൈനാൻഷ്യൽ ഇൻഫർമേഷൻ കാര്യങ്ങളെല്ലാം പ്രിപ്പയർഡ് ആക്സെപ്റ്റ് അക്കൗണ്ടിങ് പോളിസി പ്രകാരമാണെന്നുള്ളതും, അതുപോലെ ഫൈനാൻഷ്യൽ ഇൻഫർമേഷൻ പ്രകാരം ഫൈനാൻഷ്യൽ പ്രിൻസിപ്പിൾസ് പ്രകാരമാണ്, അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് പ്രകാരമാണ് കമ്പനി മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളതും. ഇനി എന്തെങ്കിലും ഇൻഫർമേഷൻ എക്സ്ട്രാ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം അത് ആഡ് ചെയ്യും വേണം. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്യണം, ഓഡിറ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യണം. ഇത്രയാണ് ഓഡിറ്റ് വൗച്ച് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ ഓഡിറ്റിംഗ് നടത്തുന്ന സമയത്ത് അദ്ദേഹം പാലിക്കപ്പെടേണ്ട ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ഓഡിറ്റ്. ഈ 9 പ്രിൻസിപ്പിൾസിന് പറഞ്ഞ പേരാണ് റൂൾ ഓഫ് ഓഡിറ്റിംഗ് എന്ന് പറയും, അതുപോലെ ഫിലോസഫി ഓഫ് ഓഡിറ്റിംഗ് എന്നും പറയും. താങ്ക് യു.